ഇതിന്റെ പേറ്റന്റിന് വേണ്ടി കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജെല്ലി പോലൊരു സാധനമുണ്ട്, അതിനെ മാറ്റിയിട്ട്. ഇതിപ്പോ ഈ മുളച്ച് എത്ര ദിവസമായിട്ടുണ്ടാവും? ഒരു 10-25 ദിവസം എടുത്തിട്ടുണ്ടാവും. 3 മാസം ആയതാണല്ലേ? അതെ അതെ അതെ. ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ ജനിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇതിന്റെയും പ്രോസസ്സ് ഏകദേശം അത് തന്നെയാണ്. ലക്ഷക്കണക്കിന് തൈ വരുമ്പോൾ മാത്രമേ അതിൽ ഏതെങ്കിലും നമ്മൾ ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പം കൂടെ വലിയ പോട്ടിലോട്ട് ഇത് മാറ്റുക. ഒരു 4-5 മാസം കഴിയുമ്പോൾ ഫ്ലവർ ചെയ്യുക. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്താണ്. ഇവിടെ ഞാൻ എത്തിയത് 25 വർഷത്തെ സ്വന്തം പരിശ്രമം കൊണ്ട് ആന്തൂര്യത്തിലെ പുതിയൊരു വെറൈറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് കാഞ്ഞിരംകുളം വിൻസെന്റ് സാർ. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഹലോ, നമസ്കാരം വിൻസെന്റ് സാറേ. അതെ. എന്തൊക്കെയാണ് പരിപാടി? ഇങ്ങനെ ചെടികളുമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ സാറേ, ഞാൻ കേട്ടതാണ് ഇപ്പോൾ നമ്മളൊരു 25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പുതിയൊരു ആന്തൂര്യം വെറൈറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാറേ ഇത് സംഭവം? ഇത് മറ്റേ കട്ട് ഫ്ലവർ വാല്യുള്ള ആന്തൂറിയം അല്ല, ഇത് ലീഫ് എലിഫന്റ് ഇയർ വെറൈറ്റീസിൽ വരുന്ന കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫ്ലവർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സാധനമാണ്. ഇതേപോലെയാണ് അതിൻ്റെ യഥാർത്ഥ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് കട്ട് ഫ്ലവർ വാല്യൂ ഉള്ള ആയിരക്കണക്കിന് ആന്തൂറിയം ഉണ്ടായിരുന്നു. കട്ട് ഫ്ലവർ വാല്യൂ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിൽ ഇതിൽ ആ ഫ്ലവർ ഈ എലിഫന്റ് ഇയറിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള അതികഠിനമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായി ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം ഒരു 1.5 വർഷം ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സാധനം കണ്ടെത്തി. നല്ല ഡീപ്പ് റെഡാണ്. അങ്ങനെ ഒരു ഫ്ലവർ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ചെടിക്കും വ്യത്യാസമുണ്ട്, ഇലയ്ക്ക് വളരെ വ്യത്യാസമുള്ള ഒരു ഇതാണ്. ആന്തൂര്യത്തിലൂടെ എത്ര വെറൈറ്റീസ് ഉണ്ടാവും? എൻ്റെ ഒരു 10-20ഓളം വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം വാല്യൂഡ് ആയിട്ടുള്ളതാണ്, നല്ല വില ഉള്ളതാണ്. ഇതെങ്ങനെ ഇലയുടെ ഭംഗിയാണോ അതോ? അതെ അതെ, ഇലയുടെ ഭംഗി. അതിൻ്റെ ചട്ടി ഇങ്ങനെ നിറഞ്ഞു വരുന്ന ഒരു രീതിയുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഇലയുടെ ഡിസൈനും കാര്യങ്ങളുമാണ്. അതിൽ ക്രിസ്റ്റാലിനിയ നാരോ, ക്ലാരിനെർവിയം, സ്പർഗേറ്റീവ് തുടങ്ങിയ അനേക വെറൈറ്റീസ് ഉണ്ട് നമ്മളതിൽ. പണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ വലിയ എലിഫന്റ് ഇയർ എന്ന് പറയുന്ന വലിയ ഒരു സാധനം, അത് ഇപ്പോഴും ഉണ്ട്. അപ്പം അതിൽ നിന്നാണ് ലോകം മുഴുവൻ ഇതുപോലെ ഇതിൻ്റെ ഒരു വലിയ മാർക്കറ്റുണ്ട്, കളക്ഷനുണ്ട്, ഹബ്ബുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടെന്നുള്ളതാണ്. മണി മേക്കിംഗ് മാത്രമല്ല, ഇതിൻ്റെ ഒരു എസ്തറ്റിക്സ് സൗന്ദര്യാസ്വാദനം കൂടെ ഉണ്ടെന്നാണ്. അപ്പം പ്രായം ചെന്നവരും കുട്ടികളും ഒക്കെ ഇതിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സാറേ, അപ്പം നമ്മളെ ഫ്ലവറിനെക്കാളും ലീഫ് ഭംഗിക്കും നമ്മൾ ആന്തൂറിയം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഇല കട്ട് ഫ്ലവർ വാല്യൂ ആയിട്ട് ഉപയോഗിക്കും. കാരണം ഒരു വർഷം ഒരു 7-8 ലീഫ് മാത്രമേ ഇത് വരത്തുള്ളൂ. എങ്കിൽ പോലും VIP ബൊക്കയ്ക്കൊക്കെ ഇതിന്റെ ലീഫ് പോകുന്നുണ്ട്. വലിയ മാസ് അറേഞ്ച്മെന്റ്സിനൊക്കെ ലീഫ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തും ലീഫ് ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ എപ്പോഴും നമുക്കൊരു ഭംഗിയോടുകൂടി ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാല്ലേ ഇതിന്റെ ഒരു ലീഫിന്റെ ഇതിന്റെ അകത്തെ ഈ ഞരമ്പ്, അതിന്റെ ഒരു നെർവ്സിന്റെ, അതിന്റെ വെയിനിന്റെ ഒക്കെ ഒരു കളർ പാറ്റേൺ പല രീതിയിൽ. ഇതിപ്പോ നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു സാധനമാണ് ക്ലാരിനെർവിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രിസ്റ്റാലിനിയ നാരോ, ഇത് നല്ല വാല്യൂ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇത് പുറത്തുള്ളതാണ്, നമ്മുടെ എല്ലാം പുറത്തുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ പൂവെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തുള്ള ഇതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്, യഥാർത്ഥ ഫ്ലവർ. അപ്പോൾ ഈ കട്ട് ഫ്ലവർ വാല്യൂ ഉള്ള ഒരു രണ്ടും കൂടെ ചേർന്ന ഒരു ആന്തൂര്യത്തിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ഒരു പരീക്ഷണം നടത്തി ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു ചെടി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ സാറേ, ഈ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ചെടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡാണ് ഇതിന്റെ ഫ്ലവർ. ഇത്തിരി പഴകിപ്പോയി സാധനം. പിന്നെ ലീഫിനും വേരിയേഷൻ ഉണ്ട്, മറ്റു ചെടിയിൽ നിന്നുള്ള വേരിയേഷനുകളാണ് ഇത്. ഇതിന്റെ ലീഫ് നല്ല ഭംഗിയുള്ള ലീഫല്ലേ? അതെ അതെ, ഇത്തിരി പെയ്ഡായിട്ട് നിൽക്കുകയാണ്, ഇത്തിരി വെയിൽ കൂടിപ്പോയി. അങ്ങനെ ഇതിന്റെ പേറ്റന്റിന് വേണ്ടി കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പേറ്റന്റിന്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ. സാറേ, നമ്മളിപ്പോൾ ഈ ആന്തൂര്യ ചെടികൾ സാധാരണ എങ്ങനെയാണ് ഇതിന് ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുന്നത്? അതിൻ്റെ സീഡ്ലിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു തിരിയാണ് ഈ കാണുന്നത്, ഫ്ലവറിൻ്റെ ഒപ്പമുള്ള ഒരു തിരിയാണ്. ഈ തിരിക്ക് നീളം കൂടുതലാണല്ലോ. അത് പ്രത്യേകിച്ച് ഈ ടൈപ്പ് വെറൈറ്റീസിനെല്ലാം തിരി ഉണ്ടായിരിക്കും, അപ്പോൾ നമ്മൾ അതിൽ നമ്മൾ കട്ട് ഫ്ലവർ വാല്യൂ ഉള്ള അതിൻ്റെ ഒരുപാട് ഭംഗിയുള്ള പൂക്കളുണ്ട്. അതിൻ്റെ പൂമ്പൊടി എടുത്ത് ഇതിലിങ്ങനെ ക്രോസ് ചെയ്യും നമ്മൾ.
ക്രോസ് ചെയ്ത് അതിനെ കവർ ചെയ്തിടും. കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റ് പൂമ്പൊടി വരാതിരിക്കാൻ വേണ്ടി, ചേഞ്ച് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ചെടിയുടെ പൂവാണ്. ഇതിപ്പോ ഒരു ഒറ്റ കാര്യം കൂടെ, ഇതിപ്പോ ഏകദേശം ഒരു 25 ഇയർ ആയിട്ട് സാർ ചെയ്തെടുത്താണ് അതോ കുറെ കാലം കഷ്ടപ്പെട്ടോ? എത്ര കാലം? ഇല്ല, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിനെ തൈ ഇങ്ങനെ വളർത്തി ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ എണ്ണം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ 25 വർഷമായിട്ട് നമ്മളിങ്ങനെ ഓരോ വെറൈറ്റികൾ ഉണ്ടാക്കി അതൊന്നും വന്നൊരു വെറൈറ്റിയാണ്. ഓക്കെ ഓക്കെ. അതിന്റെ എങ്ങനെയാണ് സീഡ്ലിങ്സ് എന്നുള്ളത് ഇതാണ്ടല്ലോ, ഇതാണ് അതില് നമ്മൾ അതിനെ ഇങ്ങനെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു 2-3 മാസം ആകുമ്പോഴേ ഇതിങ്ങനെ വിത്തായി കഴിയും. ഇത് അതിന്റെ വിത്താണല്ലേ? ഈ തിരി ഈ ഒരു ഷേപ്പിൽ മാറും. അപ്പൊ അതിങ്ങനെ എജക്ട് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ തള്ളി വരും, ഇങ്ങനെ കുരുമുളകിന്റെ വിത്ത് പോലെ. ഇത് അതിന്റെ വിത്താണ്. ഇതിനെ എന്നിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കൈയും ഇതുമെല്ലാം നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു പേപ്പറിൽ, നല്ല നീറ്റായ പേപ്പറിൽ ഇങ്ങനെ ഇങ്ങനെ ഇതിനെ പുറത്തോട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു ജെല്ലി പോലൊരു സാധനമുണ്ട്, അതിനെ മാറ്റിയിട്ട് നമ്മൾ കോട്ടണിലോട്ട് നമ്മളതിനെ മാറ്റും. സർജിക്കൽ കോട്ടണിലോട്ട് അതിനെ മാറ്റി ഹ്യൂമിഡിറ്റി ചേമ്പർ പോലെ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അതിനെ മുളപ്പിച്ചെടുക്കുന്നത്. കാണാമോ? ഓക്കെ, തീർച്ചയായിട്ടും കാണാം. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോട്ടൺ കണ്ട ഇതേപോലെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. ഓരോന്നോരോന്ന് നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഈ കളർ പിന്നെ ഗ്രീൻ ആയിട്ട് മാറും. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ റൂട്ടിങ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോ വെള്ളം നിറത്തി കണ്ടത് ഗ്രീൻ ആവില്ല. അതെ. അപ്പോൾ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ തന്നെ റൂട്ടായി തുടങ്ങും അത്. എന്നിട്ട് അതിന് പിന്നീട് അടുത്ത് വീണ്ടും കുറെ ടൈം എടുക്കും ലീഫ് മുകളിലോട്ട് വരാൻ. ഇവിടെ കുറെ മുളച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെ. ഇതിപ്പോ ഈ മുളച്ച് എത്ര ദിവസമായിട്ടുണ്ടാവും? ഒരു 10-25 ദിവസം എടുത്തിട്ടുണ്ടാവും. 25 ദിവസമായില്ല ഇത്രയും മുള വരെ. എന്നിട്ട് നമ്മൾ അതിനെ ഈ ഹ്യൂമിഡിറ്റി ഇതേപോലെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് നമ്മൾ അതിന്റെ ഹ്യൂമിഡിറ്റി ചേമ്പർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതായത് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് അത് അണുവിമുക്തമാക്കി അല്ലേ? അതെ, അങ്ങനെ ചെയ്താലേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് ആവും, ഇല്ലാണ്ടായി പോകും, മൊത്തത്തിൽ ചീഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം സാധ്യതയുണ്ട്. കുറച്ചുകൂടെ അടുത്ത സ്റ്റേജിലുള്ളത് കാണാം. ഇത് ഏകദേശം 2-3 മാസമായ സീഡ്ലിങ്സ് ആണിത്. ഇതിന്റെ നേരത്തെ കാണിച്ചതിന്റെ 2-3 ഇതായി കഴിഞ്ഞാൽ ലീഫായി കഴിഞ്ഞു എന്നുള്ളത്. ഇതൊരു 3 മാസം ആയതാണല്ലേ? അതെ. ഇനി അടുത്ത് കുഞ്ഞു പോട്ടിലോട്ട് ഓപ്പൺ ചെയ്തിട്ട് കുഞ്ഞു പോട്ടിലോട്ട് പ്രകൃതിയുമായിട്ട് ഇങ്ങനെ അതിനെ യോജിക്കണം. അത് നേരത്തെ അത് നമ്മുടെ ഈ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ ജനിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇതിൻ്റെയും പ്രോസസ്സ് ഏകദേശം അത് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞു തൈകളെ നമ്മൾ വീണ്ടും ചെറിയ പോട്ടിലാക്കി പിന്നെ അത് വളർന്ന് ഏകദേശം 1 വർഷമെങ്കിലും കഴിയുമ്പോഴേ നമുക്ക് 1.5 വർഷം ആകുമ്പോഴേ ഫ്ലവർ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മറ്റ് പല ഇതിലും ഇങ്ങനെ ക്രോസ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് ചിലപ്പം വേറെ പുതിയ വെറൈറ്റീസൊക്കെ ഉണ്ടായെന്ന് വരാം. ഇങ്ങനെ നോക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വളർന്നതിന് ശേഷമാണ് നമ്മൾ ചെടിച്ചട്ടിയിലോട്ട് മാറ്റുന്നത്. അപ്പൊ മാറ്റിയതുണ്ടോ സാറേ? മാറ്റിയതുണ്ടല്ലോ, ഉണ്ട്, കാണിച്ചത്. അപ്പൊ സാറേ ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് മുളപ്പിച്ചെടുത്ത തൈകളാണ്. ഇതില് ലക്ഷക്കണക്കിന് തൈ വരുമ്പോൾ മാത്രമേ അതിൽ ഏതെങ്കിലും നമ്മൾ ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉണ്ടായി വരുള്ളൂ. അങ്ങനെ അത്ര ഈസി അല്ല. ഇതിൽ തന്നെ ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട്. ഇപ്പം 100 പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ക്യാരക്ടർ ഒരു 10-70 എണ്ണം ഉണ്ടാവും. പിന്നെ മറ്റ് രീതിയിലോട്ടൊക്കെ മറിഞ്ഞുമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് മാഗ്നിഫിക്കം നാരോ എന്ന് പറയുന്ന അതിൻ്റെ ചെടികളാണ്, കുഞ്ഞു ചെടികളാണ്. ഇതിപ്പം 3-4 മാസമായ ചെടിയാണ് ഈ കാണുന്ന ഒരു ചെടി. 3-4 മാസം. ഇനി അടുത്ത പോട്ടിലോട്ട്, ഇനി അല്പം കൂടെ വലിയ പോട്ടിലോട്ട് ഇത് മാറ്റുക. ഒരു 4-5 മാസം കഴിയുമ്പോൾ ഫ്ലവർ ചെയ്യുക. ഇതിപ്പോൾ സെയിലുണ്ടോ ഇവിടെ നിന്ന്? ഇവിടെ കുറച്ച് പ്ലാന്റ് ഉണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. എല്ലാ വെറൈറ്റീസിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത സീഡ്ലിങ്സ് കൊടുത്തു തുടങ്ങിയോ ആ വെറൈറ്റിയുടെ തൈകൾ? അതിൻ്റെ ആയിട്ടില്ല. അത് ഞാൻ പാറ്റന്റിന്റെ പേപ്പർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതല്ലാതെ നമ്മളിപ്പോൾ കുറേ വെറൈറ്റീസ് ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം ഉണ്ട്. സാർ അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ? വേറെ മറ്റ് ഓർക്കിഡിൻ്റെ തൈകളും വലിയ പ്ലാന്റ്സുകളും മണമുള്ള ഓർക്കിഡിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഏകദേശം 10-200ഓളം വെറൈറ്റീസ് ഓർക്കിഡ് എൻ്റെ ഉണ്ടെന്നുള്ളതാണ്. സ്പീഷീസും അല്ലാത്ത കളക്ഷൻസും ഉണ്ട്. നമ്മളെ പഴയ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഓർക്കിഡ്സിൻ്റെ ഒക്കെ ധാരാളം. ഇത് ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതിയുമായിട്ട് ഒരു ഇഷ്ടമാണ്, ഇതിനോടുള്ള ഒരു ഇഷ്ടമാണ്. മണി മേക്കിംഗ് മാത്രമല്ല, നമുക്ക് ഒരുപാട് സമയം ഇവരുമായിട്ട് ഇങ്ങനെ സംവദിക്കാനും ഇത് കാണാനും ഇതിൻ്റെ മണം ആസ്വദിക്കാനും അങ്ങനെയുള്ളതാണ്. ഞാൻ
ആക്ച്വലി ഒരു പെയിൻറ്ററാണ്. അപ്പോൾ അതിന് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി കളക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പിന്നാലെ പോവുകയും ഇതിൻ്റെ ഒരു വലിയ ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഒത്തിരി പഠിക്കുകയും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് പറയാം. എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഘടകം കൂടിയാണ് ഈ ചെടികളെല്ലാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ വിൻസെൻ്റ് സാറിൻ്റെ നമ്പറിൽ വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ വിൻസെൻ്റ് സാറിനെ വിളിച്ചിട്ട് നിങ്ങൾ ഈ സ്ഥലം പറ്റുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഓർക്കിഡ്സിൻ്റെ ഒരു ഏകദേശം ഒരു 10-250 വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു 10-250 വെറൈറ്റി നമുക്ക് ഇങ്ങനെ കാണുക തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുക, വരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.